ഹായ് ഓൾ, അസ്സാം വലൈക്കും. ഇന്ന് എൻ്റെ അടുത്തുള്ള കുറച്ച് ഫിലോഡെൻഡ്രോൺസിൻ്റെ കളക്ഷൻ കാണിക്കാം കേട്ടോ. ഇതാ ഈ ഫിലോഡെൻഡ്രോൺ ഉണ്ടല്ലോ, എൻ്റെ അടുത്ത് 1.5 വർഷമായിട്ടുള്ളതാണ്. ഞാൻ ഇവിടുന്ന് വാങ്ങിയതാണ്. അത് ചെറിയൊരു തൈ കേട്ടോ. ഇതിൻ്റെ ഇവിടുന്ന് വാങ്ങിയതാണ് ഈ ഫിലോഡെൻഡ്രോൺ. ഈ ഫിലോഡെൻഡ്രോൺ പിന്നെ ഞാൻ നേരത്തെ നിങ്ങളെ കാണിച്ചു തന്നിട്ടുണ്ട് വാട്ടർ പ്ലാന്റിൽ. ഇതിൻ്റെ ബേബീസാണ് ഇത് വാട്ടറിലാണ് വെച്ചിരിക്കുന്നത്, മുമ്പ് കാണിച്ചത്. ഇത് വേറൊരു വെറൈറ്റി ഫിലോഡെൻഡ്രോൺ ആണ് കേട്ടോ. ഇത് ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിരിക്കുകയാണ്. എൻ്റെ അടുത്തുള്ള ഓൾമോസ്റ്റ് എല്ലാ ചെടിയും ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ചെടികളാണ്. പിന്നെ ഫിലോഡെൻഡ്രോണിൻ്റെ വേറൊരു വെറൈറ്റിയാണ്. ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ ഈ സ്ട്രൈപ്സ് ഉണ്ട്, അവിടെ കണ്ടില്ലേ. ഇതിപ്പോൾ നല്ല ചൂടാണ് ഇവിടെ, അതുകൊണ്ടാണ് ഇതിങ്ങനെ അതിനെ ഹോൾഡ് ചെയ്യാൻ പറ്റുന്നില്ല. ഈ 2 മാസം കഴിയുമ്പോൾ ഇനി ഇതിന് ഉഷാറായിട്ട് വരുള്ളൂ. പിന്നെ ഈ നേരത്തെ ഞാൻ പറഞ്ഞതിൻ്റെ ഇവിടെ ഉണ്ടായിരുന്ന ഇതിനെ കട്ട് ചെയ്ത് പ്രൊപ്പഗേറ്റ് ചെയ്തതാണ് ഞാനിത്. ഇത് നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന 2-3 കഷ്ണങ്ങൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന. ഇപ്പോൾ 2 മാസം മുമ്പ് എൻ്റെ മോള് വരുമ്പോൾ കൊണ്ടുവന്നാണ്. അപ്പോൾ അതിന് ഇത്രയൊക്കെ ലീഫ് വന്നിട്ടുണ്ട്. പിന്നെ ഈ ഫിലോഡെൻഡ്രോൺ എന്താ അറിയില്ല, ഇവിടുത്തെ ക്ലൈമറ്റ് അങ്ങോട്ട് പിടിക്കാനായിട്ടാണോ എന്ന് അറിയില്ല, അങ്ങോട്ട് വരുന്നില്ല. അപ്പോൾ ഒരു ലീഫ് വന്നിട്ടുണ്ട്, നോക്കാം. ഇത് അവിടെയൊക്കെ വേറെ മുളയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഈ ഫിലോഡെൻഡ്രോൺ പ്രൊപ്പഗേറ്റ് ചെയ്യുമ്പോൾ എനിക്ക് മനസ്സിലായ കാര്യമായിട്ടോ ഞാൻ പറയുന്നത്. ഈ ഫിലോഡെൻഡ്രോൺ നമ്മളിപ്പോൾ വെറുതെ ഇങ്ങനെ ഇവിടുന്ന് ഒരു പീസ് എടുത്തിട്ട് ഞാനിങ്ങനെ പ്രൊപ്പഗേറ്റ് ചെയ്ത് നോക്കിയപ്പോൾ അതങ്ങനെ വന്നില്ല. പക്ഷെ ഒരു പ്രത്യേക സീസണിൽ ഒരു ചില മാസങ്ങളിൽ ഇതിനിവിടെ ഇങ്ങനെ റൂട്ട് വരുന്നുണ്ട്. നമ്മുടെ മണി പ്ലാന്റ് പോലെ തന്നെ ഇങ്ങനെ റൂട്ട് വരുന്നുണ്ട്. ആ റൂട്ട് വരുന്ന ഭാഗത്തുനിന്ന് ഞാൻ കട്ട് ചെയ്യും. ആ റൂട്ട് നമ്മളിപ്പോൾ ഈ ഇതിന് പകരം റൂട്ടായിട്ട് വരുന്നുണ്ട്. ആ റൂട്ട് വന്ന് തുടങ്ങിയാൽ ഞാൻ അവിടെ നിന്നൊക്കെ കഷ്ണം പീസ് കട്ട് ചെയ്തിട്ട് ഞാൻ വെള്ളത്തിലോ ഇതിലോ ഇറക്കി വെക്കും. അങ്ങനെ വന്ന ചെടികളാണ് ഇതാ. ഈ റൂട്ട് വന്ന ഭാഗം കട്ട് ചെയ്തിട്ട് വെച്ചപ്പോഴാണ് ഈ റൂട്ടൊക്കെ വന്നത്. അതേപോലെ തന്നെയാണ് ഇതും ഈ മദർ പ്ലാന്റിൽ നിന്നിൻ്റെ ബേബീസാണ് ഇതുള്ളത് കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാ അടുത്ത വീഡിയോയിൽ ഞാനിത് എങ്ങനെയാണ് സെറ്റ് ചെയ്തെന്നുള്ളതും കൂടി ഞാൻ നിങ്ങളെ കാണിക്കുന്നതാണ്. വേറെ എൻ്റെ അടുത്ത് കളക്ഷൻസ് ഉണ്ട്, വേറെ പല ചെടികളും. ഇൻഷാ അല്ലാ ഞാൻ വേറെ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നാട്ടിൽ നിന്ന് കൊണ്ടുവരാട്ടോ, നന്നായിട്ട് ശരിക്കും നാട്ടിൽ നിന്ന് ചെടികൾ. ഞാൻ ഇപ്പോൾ വരുമ്പോൾ എനിക്ക് 4-5 കിലോ ചെടി എൻ്റെ കയ്യിലുണ്ടാവും. അതിൽ 75% പിടിക്കാറുണ്ട്. പിന്നെ ചില ചെടികൾക്ക് നന്നായി വെയിൽ തന്നെ വേണം, അങ്ങനെ അല്ലാതെ പറ്റില്ല. അപ്പോൾ അങ്ങനെ അത് നശിച്ചു പോകും. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഇൻഷാ അല്ലാ അടുത്ത വീഡിയോയിൽ ഞാൻ എവിടെയൊക്കെയാണ് ഇതൊക്കെ സെറ്റ് ചെയ്യുന്നതും കൂടി നിങ്ങൾ കാണണ്ടേ, ഞാൻ കാണിച്ചു വരുന്നുണ്ട് കേട്ടോ. നിങ്ങൾ തരുന്ന സപ്പോർട്ടിന് ഒരുപാട് നന്ദി. ഇൻഷാ അല്ലാ വീണ്ടും കാണാം.